വെജിറ്റബിളിൻ്റെ ഒരു വ്ളോഗാണ്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ഇപ്പോഴും ഉണ്ട്, അവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുമോ. പിന്നെ നമ്മുടെ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വളരെ ഗുണകരമായൊരു വെജിറ്റബിളിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ അത് വാങ്ങിച്ച എവിടെ നിന്നാണ് നമ്മൾ താഴെ ആഡ് ചെയ്തേക്കും. അത് കണ്ടതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പ്. ഇവിടെയാണ് നമ്മൾ സാധാരണ നമ്മുടെ അമ്മാമ്മയുടെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു കടയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അമ്മാമ്മയുടെ വീട്ടിൽ വന്നാൽ ഇവിടെ നിന്നാണ് കേട്ടോ കൂടുതലും വാങ്ങിക്കുന്നത്. മിക്കുനെ കണ്ടോ, ബാഗ് വിട്ട് ക്ലോസ് ആയി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നല്ല ഫ്രീസാവും ഇവിടെ കയറി കഴിഞ്ഞാൽ. അപ്പം ആ സമയത്ത് ഞാൻ മാങ്ങ കണ്ടു, മാങ്ങ എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ മിക്കുവും വന്നിട്ട് മിക്കു എന്നെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നുണ്ട്, മിക്കുവും എടുക്കുന്നുണ്ട് കേട്ടോ നല്ലതൊക്കെ. ഞാനിത് കൊള്ളാവോ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ മാങ്ങ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോക്കോളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നല്ല ബ്രോക്കോളിയാണ്. നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരെണ്ണേ നമ്മൾ എടുത്തിട്ടുള്ളൂ, വില കൂടുതലാണ്, നമ്മൾ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ സവാള എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ലത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അമ്മ ഇത് കൊള്ളാവോ എന്നാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത് കേട്ടോ. ഏതും എനിക്ക് എടുക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ അമ്മയെ വിളിച്ച് ഇത് കൊള്ളാവോ അമ്മ, ഇത് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ മിക്കും എവിടെ ആയാലും മിക്കും അതൊരു സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടെ ഈസിയായി. അടുത്ത നമുക്ക് സർഫ് എടുക്കാൻ വന്നിരിക്കുകയാണ്. സർഫ് വീട്ടിൽ തീർന്നു, അങ്ങനെ നമ്മൾ സർഫ് എടുക്കാൻ വന്നു. ഏതാണെന്ന് എനിക്ക് അറിഞ്ഞു തുടങ്ങിയ ഏതൊക്കെയോ പറക്കി എടുക്കുന്നുണ്ട്. അമ്മ പറയുന്നത് അതല്ല നമുക്ക് വേറെ ഒരു ബ്രാൻഡാണ് നമ്മൾ എടുക്കുന്നത്. ഇന്ന് ആ ഷോപ്പിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ. പിന്നെ ബാക്കിയുള്ളവരെയൊന്നും എടുക്കാത്തത് അവർക്ക് ഇതേ ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടമല്ലായിരിക്കും നമ്മുടെ വീഡിയോയിലൊന്നും അവരെ കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക എടുത്തു, എല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് ഈ വെജിറ്റബിൾ പർച്ചേസ് ചെയ്തതെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇനി ആദ്യം നമ്മൾ ഈ ഒരു വെജിറ്റബിൾ ഈ ലൊക്കാലിറ്റി മൊത്തം നോക്കി, ഒരു കടയിലും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മാമ്മയുടെ വീടിൻ്റെ അടുത്തൊരു വലിയൊരു വെജിറ്റബിൾ കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം വാങ്ങിക്കാറ്, സ്ഥിരം അവിടെ കാണാറുമുണ്ട്. വെജിറ്റബിൾ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. ബ്രോക്കോളി. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ ഗുണങ്ങൾ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, എനിക്ക് പറയാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ബ്രോക്കോളി. ഞാൻ ആദ്യമൊക്കെ ഇത് അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ മൈൻഡ് പോലും ചെയ്യാതെയാണ് ഇരിക്കുന്നത്. എൻ്റെ നാട്ടിൻ കേൾക്കുമ്പോഴേ എനിക്ക് വല്ലാതെ വരും. എന്നാൽ ആ സമയത്ത് എൻ്റെ അനിയത്തി എപ്പോഴും കഴിക്കും ഈ ബ്രോക്കോളി. കണ്ടോളം പറയും ബ്രോക്കോളി വേണം. അപ്പോൾ ഇപ്പം പയ്യെ ഞാൻ ഇത്തിരി കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് ബ്രോക്കോളിയാണ്. ഈ ബ്രോക്കോളി നമുക്ക് പല രീതിക്കും കഴിക്കാം. കറി ഉണ്ടാക്കാം, മെഴുക്ക് വയ്ക്കാം, തോരൻ വയ്ക്കാം. പക്ഷേ എനിക്ക് മണിയത്തിക്ക് ഇതൊന്നും അല്ല ഇഷ്ടം. ചെറിയ ചൂടാക്കി ചെറിയ രീതിക്ക് നമ്മുടെ പാന് വെച്ച് നമ്മൾ ഇത്തിരി കുരുമുളക് ഉപ്പിട്ട് ഇത്തിരി നെയ്യിൽ വരട്ടിയെടുത്ത് തന്നാൽ അതാണ് എനിക്ക് മണിയത്തിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. കോളിഫ്ലവറിൻ്റെ ഫാമിലി പെട്ടൊരു വെജിറ്റബിൾ തന്നെയാണ് ബ്രോക്കോളി. എന്നാലും കോളിഫ്ലവറിനെ കാട്ടി രുചിയും ഗുണവും ഇതിനാണുള്ളത്. പിന്നെ ചീരയെ കാട്ടി ഗുണമുള്ളത് നമ്മുടെ ബ്രോക്കോളിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ അത് സത്യമാണ്. ബ്രോക്കോളിക്കാണ് ഏറ്റവും ഗുണം. കോളിഫ്ലവറിൻ്റെ ഫാമിലി പെട്ടതായതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രോക്കോളിയിൽ ചെറിയ പുഴു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ബോയിൽ ചെയ്ത വെള്ളത്തിൽ ഇട്ട് ഇതിൻ്റെ ജേംസ് കളയുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഇത് ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് 10-5 മിനിറ്റ് വച്ചാൽ ഇതിൻ്റെ കൃമികളെല്ലാം നഷ്ടപ്പെടും, ഗുണവും പോയില്ല. ഒരേ ഒരു വാങ്ങിക്കുന്നതിലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചില സമയം ഞാൻ ഈ വാങ്ങിച്ചൊരു പീസിന് 80-85 രൂപ വരുന്ന ഈ ഒരു പീസാണ്.
ചില സമയങ്ങളിൽ എപ്പോഴും 85 വരത്തില്ല, ചില സമയങ്ങളിൽ 40-45 രൂപയ്ക്കൊക്കെ ഇത് നമുക്ക് കിട്ടാറുണ്ട്. ഈ വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം വാങ്ങിച്ച് കഴിക്കാൻ നോക്കണം. നമ്മുടെ യൂട്യൂബ് ചാനൽ, അതായത് ഞങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് നമുക്ക് സിസേഴ്സോ നൈഫോ ഒന്നും നമുക്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയാണിത് മുറിച്ച് തരുന്നത്. കുക്ക് ചെയ്യുന്നത് എൻ്റെ അമ്മ തന്നെയാണ്, പക്ഷെ സഹായിക്കും ഞാൻ കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ടാണ് നമ്മൾ ബോയിൽ ചെയ്യേണ്ടത് കേട്ടോ. അച്ഛൻ നമുക്കിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രോക്കോളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഈ തണ്ട് വേണ്ട, അതുകൊണ്ട് നമുക്ക് ഈ തണ്ട് കളയാം. ചിലവർ തോരനൊക്കെ എടുക്കാറുണ്ട്, അങ്ങനെയും കറങ്ങി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ഈ തണ്ട് വേണം, നമ്മൾ ബോയിൽ ചെയ്തല്ലേ കഴിക്കണം. അപ്പം ഈ വലിയ പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം അമ്മ വെള്ളം ചൂടാക്കി ഒഴിക്കും. ഓക്കെ, നമ്മുടെ ബ്രോക്കോളിനോട് നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇനി അമ്മ ഇത് ബോയിൽ ചെയ്ത് നമുക്ക് തരും കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. 5-10 മിനിറ്റ് വച്ചിട്ടാണ് നമ്മൾ എടുത്തത്. പിന്നെ നമ്മുടെ ഇഡലിയുടെ പാത്രത്തിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇത് ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ നമുക്കിത് എടുത്ത് ഇടാം. നമ്മൾ ഇത്തിരി എടുത്തിട്ടുള്ളൂ, അത്രയും നമ്മൾ തിന്നാത്തതുകൊണ്ട് ഇത്തിരി നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് 2 ട്രിപ്പായിട്ടേ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അടച്ചിട്ട് അടുത്ത ട്രിപ്പിൽ നമ്മൾ അടുത്തെടുക്കും കേട്ടോ. നമ്മൾ ഇതുപോലെ ഇത് ചൂടാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നിന്ന് സ്റ്റീം വരും. നമ്മൾ ഇതിൽ നിന്ന് സ്റ്റീം വന്നതിന് ശേഷം നമ്മളിതെടുത്ത് മാറ്റും കേട്ടോ. അമ്മയാണ് മാറ്റിയത്. അപ്പം നമ്മുടെ എനിക്ക് നമ്മൾ അങ്ങനെ 2 ട്രിപ്പ് ഒട്ടിക്കുന്നുണ്ട്. ഇനി ഇത്തിരി നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഇത്തിരി ബ്രോക്കോളി, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബോയിൽ ചെയ്ത ബ്രോക്കോളി നമുക്കെടുത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അമ്മ ഇട്ടിക്കുണ്ട് കേട്ടോ. ഇത് മൊത്തവും നമ്മുടെ പാത്രം വലുതായതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം ഇടാൻ പറ്റും. അങ്ങനെ നമ്മുടെ അമ്മ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10-15 മിനിറ്റ് ഇവിടെ ഇരുന്ന് നന്നായിട്ട് വഴണ്ടതിന് ശേഷമേ നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ എടുത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അമ്മ ഇവിടെ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇനി ഉപ്പിടാൻ സമയമായിട്ടുണ്ട്. ഉപ്പും നമ്മുടെ കുരുമുളകും ഇടാൻ സമയമായി. പിന്നെ ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്തിരിയേ ഇടാവൂ, അല്ലെങ്കിൽ വാങ്ങി വയ്ക്കാൻ കൊള്ളത്തില്ല. അങ്ങനെ അമ്മ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളകാണ് അമ്മ ഇടാൻ പോകുന്നത്. കുരുമുളകും അമ്മ ഇട്ടിട്ടുണ്ട്. ഇനി അമ്മ വരട്ടുവാണ് കേട്ടോ. ബ്രോക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അമ്മ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥിരം ടെസ്റ്റർ ഇവിടെ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പുള്ളിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോഴേ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് ബ്രോക്കോളി. അപ്പം നമുക്ക് മിക്കു, ഇതിൻ്റെ ഒരു പേരുണ്ടല്ലോ, അത് എന്താ? മരം. ഇത് മരത്തിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ മിക്കു ഒരു പേരിട്ടതാണ് മരം. അപ്പം നമുക്കിത് കഴിച്ചു നോക്കിയാലോ? മിക്കു കഴിച്ചു നോക്ക്. സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ കഴിച്ചതാണ്. ഇത് മിക്കു ഇപ്പം തന്നെ കഴിച്ചു തീർക്കും കേട്ടോ. മിക്കുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഇത് ടേസ്റ്റ് പറയാനൊന്നുമില്ല, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ 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 പറ. ബൈ ബൈ. ഐ ലവ് യു. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ. മിക്കു പറ. ബൈ ബൈ. ഐ ലവ് യു.